അവൻ്റെ കണ്ണിൽ നിന്ന് കുഞ്ഞു കണ്ണുനീർ വരുന്നുണ്ടായിരുന്നു. അതിൽ അവൻ്റെ സ്നേഹവും കരുത്തലും എല്ലാം ഉണ്ടായിരുന്നു. അവൻ്റെ വാക്കുകളും അവൻ്റെ മുഖത്തെ ആത്മാർത്ഥതയും എല്ലാം കണ്ടപ്പോൾ അവനുടെ ഉള്ളിൽ തോന്നിയ ആ കുഞ്ഞു ദേഷ്യം എങ്ങോട്ടോ മാഞ്ഞുപോയി. അവൾ അവൻ്റെ കവിളിൽ നിന്ന് കൈയെടുത്ത് അവൻ്റെ തല പിടിച്ചു അവളുടെ ദേഹത്തോട് ചേർത്തു. അവൻ ഇടുപ്പിലൂടെ ഒരു കുഞ്ഞിനെ പോലെ അവളെ കെട്ടിപ്പിടിച്ചു. കുറച്ചു നേരം അവരങ്ങനെ ഇരുന്നു, പരസ്പരം എല്ലാം മറന്നുകൊണ്ട്. ശേഷം അവളെ പിടിച്ച് തന്നെ അവൻ എഴുന്നേറ്റു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കരഞ്ഞു കലങ്ങി ആകെ വല്ലാണ്ടായ അവൾക്ക് പുതുജീവൻ വെച്ച പോലെയായിരുന്നു. അങ്ങനെ തന്നെ ആവുമല്ലോ, നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ഏറ്റവും വലിയൊരു സ്വത്തല്ലേ അവൾക്ക് തിരിച്ചു കിട്ടിയത്. അതിൻ്റെ ഒരു പ്രതീതി അവൾക്കുണ്ടായിരുന്നു. അവളുടെ മുഖത്തും അത് കാണാമായിരുന്നു. എൻ്റെ പെണ്ണിൻ്റെ മുഖം തെളിഞ്ഞല്ലോ, ഡേവിഡ് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. അങ്ങനെ കുറച്ചു നേരം കൂടി അവർ അവരുടേത് മാത്രമായ ലോകത്ത് ജീവിച്ചതിന് ശേഷം മെല്ലെ സാറാമ്മച്ചിയുടെയും റോസി അമ്മച്ചിയുടെയും എല്ലാം അടുത്തേക്ക് വന്നു. അനുമോളും ഉണ്ടായിരുന്നു കേട്ടോ അവരുടെ ഒപ്പം. സാറാ അമ്മച്ചി റോസി അമ്മച്ചിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡേവിഡ്, സിവിൻ, പിന്നെ ഓഫീസിൽ IPS, ആക്സിഡൻറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഞെട്ടലുണ്ടായിരുന്നു റോസി അമ്മച്ചിക്ക്. എന്നാലും എൻ്റെ കൊച്ചനെ നീ നേരത്തെ പറഞ്ഞില്ലല്ലോ നീ സാറയുടെ മകനാണെന്ന്. എന്നാൽ ഞാൻ ഇത്ര ടെൻഷൻ അടിക്കുമോ ആവണിമോളുടെ കാര്യത്തിൽ? റോസി അമ്മ ഡേവിഡിനോട് ചോദിച്ചു. അതമ്മച്ചി, എല്ലാത്തിനും അതിൻ്റേതായ സമയം കാണുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആവണിയെ നോക്കി ഡേവിഡ്. ആവണിയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ റോസി അമ്മയുടെ മനസ്സ് നിറഞ്ഞു. ഇപ്പോഴാണ് റോസി അമ്മയ്ക്ക് ശരിക്കും സമാധാനമായത്. ആവണിയുടെ വിഷമമെല്ലാം റോസി അമ്മയുടെയും വിഷമമായിരുന്നു. അവൾ ഈ കഴിഞ്ഞ ദിവസം അനുഭവിച്ച എല്ലാ വിഷമങ്ങളും അവളേക്കാൾ കൂടുതൽ റോസി അമ്മയായിരുന്നു ബാധിച്ചത്. റോസി, ഇനി മദറിനോട് പറഞ്ഞിട്ട് നമുക്ക് അടുത്തു തന്നെയുള്ള മുഹൂർത്തത്തിന് ഇവരെ കെട്ടിച്ചാലോ? റോസി അമ്മയോട് അമ്മച്ചി ചോദിച്ചു. അമ്മച്ചിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ ആവണിയും ഡേവിഡും പരസ്പരം നോക്കി. അവരുടെ ഉള്ളിൽ ചമ്മലും നാണവും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഡേവിഡ് ആവണയെ ഒന്ന് സൈറ്റടിച്ചു ചെറുതായിട്ട്. അപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഇടായിരുന്നു. ഇത് അനു കണ്ടു കേട്ടോ. ഹലോ ഗായ്സ്, ഇങ്ങനെ നോക്കല്ലേ, ഇനി നമുക്ക് സമയമുണ്ട്. ആ, ഭാവി നാത്തൂനെ റെഡിയായിരിക്കും നാത്തൂൻ പോരിന്, അനു ആവണയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അയ്യടാ, നാത്തൂൻ പോരിനൊന്നും ഈ സാറ് സമ്മതിക്കില്ല. എൻ്റെ ആവണി മോളെ വീട്ടിൽ കയറ്റുമ്പോഴേ നിന്നെ വേഗം ഞാൻ കെട്ടിച്ചു വിടും, നല്ല പാവത്തൻ ചെക്കനെ കണ്ടുപിടിച്ചിട്ട്, സാറാമ്മച്ചി അനുവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. സാറാമ്മച്ചി പറഞ്ഞത് കേട്ടതും അനു ചോദിച്ചു, സത്യമാണോ? അപ്പം എന്നെ കെട്ടിച്ചുവിടാൻ പോവാണോ? അവളുടെ ആകാംക്ഷ നിറഞ്ഞ ചോദ്യം കേട്ട് ഡേവിഡ് അവളുടെ ചെവിയിൽ പിടിച്ചു. മുട്ടയിൽ നിന്ന് വിരിഞ്ഞിട്ടില്ല, അപ്പോഴാണ് അവളുടെ കല്യാണം. എന്തൊരു ആകാംക്ഷ അവൾക്ക്. അയ്യോ ചായ, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, എനിക്ക് കല്യാണമേ വേണ്ട. അവള് പറഞ്ഞത് കേട്ടതും സാറാമ്മച്ചിയും റോസി അമ്മച്ചിയും ഡേവിഡും ഒക്കെ ചിരിച്ചു. ഇവിടെ ഈ ഭാഗത്ത് സന്തോഷം അലയടിക്കുമ്പോൾ അവരറിയാതെ മറുഭാഗത്ത് ചില നീക്കങ്ങൾ തുടങ്ങിയിരുന്നു അവർക്കായി. അവർ അറിയാത്ത പല ചതിക്കുഴികളും ഒരുങ്ങുന്നുണ്ടായിരുന്നു. അതൊരുക്കുന്നതിൽ ദിവാകരനാണ് മുൻപിൽ. 2 ദിവസമായി നിങ്ങളുടെ ആ പുന്നാര മോളെ ഈ വീട് വിട്ടിറങ്ങിയിട്ട്. എന്തെങ്കിലും വിവരമുണ്ടോ? എവിടെ? അവളെക്കൊണ്ട് ഒന്നിനും ആവില്ല. എന്തെങ്കിലും പ്രയോജനം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. പിന്നെ പൈസ കുറച്ച് ചെലവാക്കി കിട്ടും, അതല്ലാതെ എന്ത് പ്രയോജനമാണ് നിങ്ങളുടെ മോളെ കൊണ്ട്? നശിച്ച സന്താനം. എങ്ങനെയാ? ഒളിച്ചോടിപ്പോയവളുടെ സന്താനമല്ലേ? ദേ മനുഷ്യ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടോ? ഇനിയും നിങ്ങൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നാലേ കമ്പനി തകർന്ന് തരിപ്പണമാവും. ദിവാകരൻ്റെ ഭാര്യ സുമതി, അതായത് നമ്മുടെ അഞ്ജുവിൻ്റെ രണ്ടാനമ്മ, അഞ്ജുവിൻ്റെ അച്ഛനെ ഇരിപിരിയേറ്റാൻ തുടങ്ങി. നീ ഒന്നും മിണ്ടാതിരിക്കി. അങ്ങനെയൊന്നും തകരുന്നതല്ല ഈ ദിവാകരൻ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ സാമ്രാജ്യം. ഒരുപാട് തല്ലും കുന്നും ഉണ്ടാക്കിയതാ. എൻ്റെ കയ്യിൽ ആകെ രക്ഷപ്പെട്ടു പോയത് എൻ്റെ ഭാര്യയുടെ ആദ്യ ബന്ധത്തിലെ ആ കൊച്ചു മാത്ര.
തക്കം കിട്ടിയ അവളെയും ഞാൻ കൊല്ലും. പിന്നെ ശിവൻ്റെ കാര്യം, അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞ പോലെ എൻ്റെ നശിച്ച സന്താനത്തെ കൊണ്ട് ഒരു ഉപകാരവുമില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം. അവളെ ഞാൻ വെറും ഒരു കുപ്പത്തോട്ടി ആയിട്ടേ കണ്ടിട്ടുള്ളൂ. ആർക്കും വേണ്ടാത്ത ഒരു കുപ്പത്തോട്ടി. അതുമാത്രമാണ് എനിക്കവള്. സ്വന്തം തള്ളയ്ക്ക് പോലും അവളെ വേണ്ട. പിന്നെ എൻ്റെ ചോരിൽ ജന്മം എടുത്തത് കൊണ്ടും നാട്ടുകാർ മക്കളില്ലേ എന്ന് ചോദിക്കുമ്പോൾ പേരിന് ഒരു മകളുണ്ടെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് അവള് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ദിവാകരൻ പറഞ്ഞു. മനുഷ്യ, ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമല്ലേ? നിങ്ങളുടെ പ്ലാൻ പറ, വല്ലതും ഉണ്ടോ? പ്ലാനൊക്കെ ഉണ്ട്. അവരെ തകർക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ? അവളാ ആ അനാഥ പെണ്ണ് ആവണി. അവൾ എന്തായാലും അവളുടെ വീട്ടിൽ തനിച്ച. ഞാൻ അഞ്ജനയ്ക്ക് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തും. അവൾ എന്തായാലും വരാതിരിക്കില്ല. എത്രയായാലും 2-2.5 വർഷം കൂട്ടുകാരായിരുന്നില്ല അവര്. അതിൻ്റെ സ്നേഹം എന്തായാലും അവൾക്ക് അഞ്ജനയോടുണ്ടാവും. ഡേവിഡിനോട് അവൾക്ക് ഈ കാര്യം പറയാനും പറ്റില്ല. അതുകൊണ്ട് തനിച്ച് അവൾ എന്തായാലും വരും. അങ്ങനെ അവൾ വന്നാ അവളെ തട്ടിക്കൊണ്ടുപോയി നമ്മുടെ പഴയ ഗോഡൗണിലേക്ക് കൊണ്ടുപോവാം. എന്നിട്ട് നിന്റെ ആങ്ങളയുടെ ചില ആഗ്രഹങ്ങളും തീർത്ത് ആ വീഡിയോ ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഇടാം. അതോടെ നാണം കിട്ട് ആ പെണ്ണ് ആത്മഹത്യ ചെയ്തോളും. അതോടെ സിബിൻ തകരും. അവളെ അത്രയ്ക്ക് ഇഷ്ടമാണ് അവന്. പക്ഷേ അതിപ്പോ നടത്തണ്ട. അവരുടെ കെട്ട് കഴിയട്ടെ, എന്നാലേ സങ്കടത്തിൻ്റെ ആഴം കൂടുള്ളൂ. എങ്ങനെയുണ്ട് എൻ്റെ പ്ലാൻ? നീ വിചാരിച്ചോ ഈ ദിവാകരൻ ഒരു പൊട്ടനാണെന്ന്? അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒരു രക്ഷയുമില്ല മനുഷ്യ നിങ്ങളുടെ പ്ലാൻ. ഞാൻ ഇത്രയ്ക്കൊന്നും വിചാരിച്ചില്ല. പക്ഷേ ഇതൊക്കെ നടക്കുവോ? സുമതി സംശയത്തോടുകൂടി ഭർത്താവിനോട് ചോദിച്ചു. അതെന്താടി ഭാര്യയെന്ന് എനിക്ക് ഇങ്ങനൊരു ഡൗട്ട്? നടക്കും. നടത്താനുള്ള ഒരു ആയുധം നമ്മുടെ കയ്യിൽ തന്നെയില്ലേ അഞ്ജന? അവൻ ചെകുത്താൻ ചിരിയോടുകൂടി പറഞ്ഞു. പക്ഷെ അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അയാളുടെ കണക്ക് കൂട്ടലുകളെല്ലാം ഇവിടം തൊട്ട് തെറ്റാൻ പോവുകയാണെന്ന്. കാരണം എന്തെന്നറിയോ? ഇതെല്ലാം കേട്ടിട്ട് ആവണിയുടെ അഞ്ചു നിൽപ്പുണ്ടായിരുന്നു. അഞ്ചു മനസ്സിൽ പറഞ്ഞു, ഇല്ലടോ, തൻ്റെയും തൻ്റെ ഭാര്യയുടെയും പ്ലാനുകളൊന്നും ഒരിക്കലും നടക്കില്ല. എൻ്റെ ആവണിയുടെ മേലെ ദർശൻ്റെ ഒരു കൈ വീണാലേ അവൻ്റെ കൈ ഞാൻ വെട്ടു. ഈ അഞ്ജനെ ആർക്കും അറിയില്ല. നിന്റെ ചോര തന്നെയല്ലേ എൻ്റെ ദേഹത്തും കൂടി ഒഴുകുന്നത്. എൻ്റെ അവസാന ശ്വാസം വരെ എവിടെയായാലും എങ്ങനെയായാലും ശരി, എൻ്റെ ആവണിയെ വിഷമിപ്പിക്കുന്ന ആരായാലും ശരി, അവരെ ഞാൻ വെറുതെ വിടില്ല. അഞ്ജന മനസ്സിൽ പറഞ്ഞു. അവൾക്ക് സ്വന്തം അച്ഛനെതിരെ പോരാടാൻ മടിയുണ്ടായിരുന്നില്ല. അവൾക്ക് അത്രയ്ക്ക് വലുതാണ് ആവണി. പക്ഷെ അഞ്ജന അറിയുന്നുണ്ടായിരുന്നില്ല. അഞ്ജന മാത്രമല്ല ആവണിയും പരസ്പരം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, പരസ്പരം കൂട്ടുനിന്നത്, ഇത്ര കാലം താങ്ങും തണലുമായി നിന്നത് സ്വന്തം ചോര തന്നെയാണെന്ന്. ബാക്കി എന്തെന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. നാളെ തന്നെ എന്തായാലും നെക്സ്റ്റ് പാർട്ട് വരുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യണേ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.